കർത്താവിൽ പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം എന്തായിരിക്കണം? സമ്പത്തോ, പ്രശസ്തിയോ, അതോ മറ്റെന്തെങ്കിലുമോ? അല്ല, സങ്കീർത്തനക്കാരൻ നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ഒരു പ്രാർത്ഥനയുണ്ട്. 119 സങ്കീർത്തനം 80 വാക്യത്തിൽ നാം അത് കാണുന്നു. ഞാൻ ലജ്ജിതനാകാതിരിക്കേണ്ടതിന് എന്റെ ഹൃദയം അങ്ങയുടെ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ കുറ്റമറ്റതായിരിക്കട്ടെ. എത്ര അർത്ഥവത്തായ വരികളാണല്ലേ! ലജ്ജയില്ലാത്ത ഒരു ജീവിതം, ആരുടെ മുൻപിലും തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന ഒരു ജീവിതം. അത് സാധ്യമാകണമെങ്കിൽ നമ്മുടെ ഹൃദയം കുറ്റമറ്റതായിരിക്കണം. നാം പലപ്പോഴും പുറമേയുള്ള സൗന്ദര്യത്തിനും പ്രകടനങ്ങൾക്കും വലിയ പ്രാധാന്യം നൽകാറുണ്ട്. എന്നാൽ വചനം നമ്മോട് എന്താണ് പറയുന്നത്? സുഭാഷിതങ്ങൾ 4:23 നാം വായിക്കുന്നു, സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക. ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ വരുന്നത്. അതെ, പുറമേയുള്ള മിനുക്കുപണികളിലല്ല, മറിച്ച് ഉള്ളിന്റെ ഉള്ളിലെ വിശുദ്ധിയിലാണ് കാര്യം. നമ്മുടെ ഹൃദയം ശുദ്ധമാണെങ്കിൽ നമ്മുടെ പ്രവൃത്തികളും ശുദ്ധമായിരിക്കും. യേശുക്രിസ്തു തന്റെ ഗിരിപ്രഭാഷണത്തിൽ അരുളി ചെയ്തത് ഓർമ്മയില്ലേ? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. മത്തായി 5:8. ദൈവത്തെ കാണാനും അനുഭവിക്കാനും കഴിയുന്നത് കുറ്റമറ്റ ഹൃദയമുള്ളവർക്കാണ്. മനുഷ്യരെ ബോധിപ്പിക്കാൻ വേണ്ടി ജീവിക്കുന്നവർക്ക് എപ്പോഴും ഉള്ളിലൊരു ഭയമുണ്ടാകും, എപ്പോഴാണ് തന്റെ മുഖം മൂടി അഴിഞ്ഞു വീഴുക എന്ന്. എന്നാൽ ദൈവത്തിന്റെ മുൻപിൽ കുറ്റമറ്റ മനസാക്ഷിയുള്ളവന് ആരെയും ഭയപ്പെടേണ്ടതില്ല. 1 യോഹന്നാൻ 3:21 പറയുന്നതുപോലെ, പ്രിയമുള്ളവരെ, ഹൃദയം നമ്മെ കുറ്റം വിധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ദൈവത്തോട് ധൈര്യമുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരുടെ മുൻപിൽ നല്ലവരായി അഭിനയിക്കുന്നതിനേക്കാൾ ഉപരിയായി ദൈവത്തിന്റെ മുൻപിൽ കുറ്റമറ്റ ഹൃദയമുള്ളവരായി ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അങ്ങനെയായാൽ ഒരു വിധി ദിവസത്തിലും ഒരു മനുഷ്യന്റെ മുൻപിലും നമുക്ക് ലജ്ജിതരായി തലതാഴ്ത്തേണ്ടി വരില്ല. ആ ധൈര്യത്തോടെ മുൻപോട്ടു പോകാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. നന്ദി.